ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഊട്ടിയിലേക്ക് ട്രിപ്പ് പോയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഈ ഒരു ട്രിപ്പ് പോയി വന്നിട്ട് ഇപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ടാ. അപ്പം തൊട്ടേ തൊണ്ടക്കൊരു സുഖമില്ലായ്കലുണ്ടേനും. അപ്പം പിന്നെ സൗണ്ടൊക്കെ ശരിയായിട്ട് വീഡിയോയിൽ വോയിസ് കൊടുക്കാന്ന് വെച്ചിട്ടേനു കേട്ടോ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായത്. അപ്പം അങ്ങനെ ഞങ്ങൾ പുലർച്ചെ ഒരു 3 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ പോകുന്നുള്ളത്. അപ്പം ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഇത്താത്തയും അളയും കൂടി ഉണ്ട്. അപ്പം അവർ രാത്രി തന്നെ വീട്ടിൽ വന്ന് നിന്നിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായത്. നമ്മളെവിടെയാ പോകുന്നത്? ഓട്ടോയിലല്ല, ഊട്ടിയില്. അങ്ങനെ പോകുന്ന ടൈം 3 മണിയായതുകൊണ്ട് ചെറിയൊരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റ് വേഗം വണ്ടിയിലൊക്കെ കയറി അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പം രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയായിട്ട് വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സൂര്യൻ്റെ കുത്തലേക്കുന്ന ആ ഒരു ടൈം ആയപ്പോഴേനും ഞാൻ പിന്നെ എണീറ്റിട്ടുണ്ടായത്. നമ്മൾ എവിടെ ട്രിപ്പ് പോയി കഴിഞ്ഞാലും ഞാൻ കൂടുതലും ഉറങ്ങിയിട്ടാണ് എൻ്റെ സമയം തീർക്കല് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, എനിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പം ക്ഷീണാവും. അപ്പം ഞാൻ എന്താക്കും, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കൂടെ വന്നവരിങ്ങനെ പറയോ, നീ ഉറങ്ങാൻ വന്നതാണ്, നിനക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ. അപ്പൊ എനിക്ക് എണീറ്റെന്നാല് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഉറക്കായിരുന്നു. പിന്നെ നമ്മളെ വണ്ടിയിലുള്ള ആൾക്കാരും ഭയങ്കര വൈബേനു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ എന്നെ കിടക്കാൻ വേണ്ടി വിട്ടിട്ടില്ല. ഇങ്ങനത്തെ ഓരോ രംഗം കാണുമ്പോൾ കുത്തിപ്പൊക്കി ഇങ്ങനെ വരലേനു. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു മൈൻഡ് ഒന്നും ഉണ്ടായിട്ടില്ലേനും. അപ്പൊ കൂടെ ഉള്ളവർ വീഡിയോ എടുത്തോണ്ടാണ് എനിക്കിത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ എത്തിയ ടൈം നല്ല കറക്റ്റ് ആയിരുന്നു. സംഭവം നമുക്ക് കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മാനും മയിലും ആനയും ഒക്കെ ഇറങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ എന്നിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ പോകുന്ന റൂട്ട് മസനഗുഡി വഴിയാണ്. അപ്പോൾ ഞാൻ ഇതുകൂടി കൂട്ടിയിട്ട് ഒരു 5-ാമത്തെ പ്രാവശ്യമായിരിക്കും കേട്ടോ ഊട്ടിയിലേക്ക് പോകുന്നുള്ളത്. പിന്നെ നമ്മൾ ഇത്തവണത്തെ ഇറക്കം ഒട്ടും പ്ലാൻഡ് അല്ലേനു കേട്ടോ. സംഭവം ഞാനൊരു ഉച്ചക്കാന്ന് അറിയുന്നത്. നമ്മൾ പുലച്ചക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുന്ന കാര്യം തന്നെ ഞാൻ ഉച്ചക്കാന്ന് അറിയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ തലേന്ന് ഉച്ചക്കാർക്ക് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ലേ. ഊട്ടി എത്തിയിട്ട് നമ്മൾ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായത് ഒരു ലൈക്ക് പോയിന്റിലേനു കേട്ടോ. അപ്പൊ കറക്റ്റ് എനിക്ക് പേരെന്താന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സംഭവം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടേനും പിന്നെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായത് കേട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു ടീ ഷോപ്പൊക്കെ കണ്ടപ്പം അവിടെ നിന്ന് അങ്ങനെ ചായയും കടിയും ഒക്കെ ആയിട്ട് അങ്ങനെ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ടാണ് ബാക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. എല്ലാരും കൂടി ഇപ്രാവശ്യം ഉറക്കിനുള്ള മെഡൽ എനിക്ക് തന്ന പോലെ ചായ കുടിക്കില്ല മെഡൽ കൊണ്ടുപോയ ആളാന്ന് കേട്ടോ ഇത്. കാര്യം ഇവൻ വന്നത് തന്നെ ഊട്ടിയിലെ ചായ ഇത്ര കുടിക്കണം എന്നുള്ളത് നീയത്താക്കിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയ ടൈമിൽ ആൾക്കാർ ചാകരയായിരുന്നു കേട്ടോ. കാര്യം ഇപ്പൊ സ്കൂളിലൊക്കെ ട്രിപ്പ് പോകുന്ന ടൈം ആയതുകൊണ്ട് ഫുള്ള് സ്കൂൾ കുട്ടികളായിരുന്നു അധികവും. അങ്ങനെ പിന്നെ നമ്മളെല്ലാരും അതിന്റെ അകത്തേക്ക് കയറി. സംഭവം ഞാൻ ഇവിടെ ഇതിന് മുന്നേ വന്നപ്പം ഒക്കെ വന്നിട്ടുണ്ടേനു. അങ്ങനെ പിന്നെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇതിനകത്ത് നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് എനിക്ക് കൂടുതലും ഈ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ് ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായത്. പിന്നെ ഞാൻ നേരെ ഈ താലിൽ കാണുന്ന ഈ ഒരു റിവന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടേനും. ഈ ഒരു സ്ഥലം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടേന്. കുടഞ്ഞിട്ട പോലെ പടർന്നേരിയില്ലേ നദിയും കടലായി മാറുന്ന രാവിൽ. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അത്രയും പൊളിയാണ് കേട്ടോ. എനിക്ക് ആ ഒരു തായ്ലി ഭാഗത്ത് നിന്ന് ഞാൻ മുകളിലേക്ക് കയറുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ ഫുള്ള് അവിടെ നിന്നുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായത്. ഇത്രയും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തോണ്ട് തന്നെ എൻ്റെ ഫോണിൽ പിന്നെ സ്റ്റോറേജ് ഫുള്ള് കാണിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ മുന്നേ എടുത്തത് കുറേ ഡിലീറ്റ് ചെയ്ത് കളയലേനു കേട്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ടില്ല ബാക്കി പരിപാടി. ഇങ്ങനെ പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേനും ഒരു 12:30-12:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു കയറുമ്പോഴത്തേനും തന്നെ വയറ്റിന്ന് വിശപ്പിന്റെ വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പള്ളിയിൽ പോകാനുള്ള ണ്ട് അങ്ങനെ പള്ളി അന്വേഷിച്ചില്ല നടത്താൻ തുടങ്ങി. പള്ളി കിട്ടിയ പിന്നെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ അതിൻ്റെ പുറത്തന്നെയുള്ള ഒരു കടയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള ഫുഡെല്ലാം കഴിക്കാനുണ്ട് അത്രേ. പിന്നെ നല്ലോണം വിശന്നുകൊണ്ട് എല്ലാവരും ഓരോ തരം ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാന്ന് കഴിച്ചതെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ വെറൈറ്റി സാധനം വാങ്ങിയാലും അതിനകത്ത് നിന്നൊക്കെ ഓരോ പോർഷൻ ഞാൻ വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷുഗറിൻ്റെ ആളായതുകൊണ്ട് ഇങ്ങനെ മധുരക്കട്ടുള്ള ഐറ്റംസ് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കൂട്ടോ. അങ്ങനെ ഞാൻ ഈ മധുരക്ക കഴിക്കുമ്പോൾ എൻ്റെ ഇത്താത്തി ഇതുപോലെ എരിയുന്ന ചിപ്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടേനും. പിന്നെ നമുക്ക് ഇതൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ ആടുന്ന് കുറച്ച് ലേസൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ഊട്ടി ടോയ് ട്രെയിനിന്റെ അവിടേക്കേനും. ഇവിടെ പിന്നെ
പിന്നെ ഒരിക്കൽ കാണാനുള്ളതല്ലേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം കയറിയോണ്ട് തന്നെ ഇത്തവണ എന്തായാലും ഞാനും ഷെപ്പിക്ക് കയറുന്നുണ്ടായിട്ടില്ല. പിന്നെ ഇത്താത്തിയും അളയും ഇതുവരെ കയറാത്തതുകൊണ്ട് അവർക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായത്. നമ്മൾ അവിടെ എത്തിയ ടൈമിലേക്കും ട്രെയിൻ അവിടുന്ന് പാസ്സായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനു. കഴിഞ്ഞ തവണ പോയപ്പം കഴിച്ചിട്ടുണ്ടായ സെയിം ഹോട്ടലിൽ തന്നെ കയറിയിട്ടേനും ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ബിരിയാണിയാണ് കഴിച്ചത്. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഇവിടുന്ന് ചോറും സാമ്പാറും അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നേരെ പോയത് ഇവരെ ട്രെയിനിൻ്റെ അടുത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാട്ടാ. അങ്ങനെ ഇവരെ ട്രെയിനിൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് വിടാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എന്നെ ഇടങ്ങേറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷെപ്പിക്ക എണീക്കും വരെ വെയിറ്റ് ചെയ്തിട്ടാ. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്യേണ്ട ടൈം ഏകദേശം ആവാനായി എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കിട്ടാം. എന്തായാലും ഇത്താത്തിയും മളയും തിരിച്ചു വരുന്നവരെ നമുക്ക് ടൈം ഇങ്ങനെ ഓടിക്കണ്ടേ. അപ്പൊ പിന്നെ അതിൻ്റെ അകത്ത് കയറി. കാര്യമായിട്ട് എനിക്ക് ഫോട്ടോസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എന്നാലും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയും നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാടാ. അപ്പൊ അവരോടൊക്കെ ഒരുപാട് നേരം വർത്താനം പറഞ്ഞ സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്ന ടൈമിൽ തന്നെ പുറത്ത് നല്ല മാങ്ങ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങി കഴിച്ചിട്ടുണ്ടേനും. അതുകൊണ്ട് എനിക്ക് കാര്യമായ വിശപ്പിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഷെപ്പിക്കാക്ക് വിശന്നപ്പം അതിന്റെ അകത്ത് തന്നെ നല്ല കോഫിയും സ്നാക്സും ഒക്കെ ആയിട്ട് വാങ്ങി കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേനും. അങ്ങനെ പിന്നെ ഇത്താത്താനെയും അളയാനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടേക്കാന്നങ്ങ് പ്ലാൻ ഇട്ടിട്ടാ. പക്ഷെ സാഹചര്യം കൊണ്ടത് നടന്നിട്ടില്ല. കാര്യം എല്ലാവരും നല്ലോണം ടയേർഡായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ സ്റ്റേ ആക്കിയിട്ട് പിറ്റേന്ന് മോർണിംഗ് ആന്നിട്ടാ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായത്. രാത്രി മൊത്തം ഞാൻ ബിസി ആയിരുന്നു. കാര്യം ഏതോ ഒരു ഫുഡ് എനിക്ക് പണി തന്നിട്ടുണ്ടേനും. അങ്ങനെ ഞാനൊരു വൈക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ വിശപ്പിന്റെ വിളി വന്നാൽ നിർത്തിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു തട്ടേടെ കണ്ടപ്പം അവിടുന്ന് നല്ല ചായയും വടയും ഒക്കെ കഴിച്ചിട്ട് ആടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കേടാ.